അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അമേരിക്കൻ ചോപ്സിയാണ്. പേര് അമേരിക്കൻ ചോപ്സി ആണെങ്കിലും ഒരു ചൈനീസ് ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടി ഉള്ള ചേരുവകൾ പറഞ്ഞത്, ഒരു 300 ഗ്രാം നൂഡിൽസ് എടുത്തിട്ടുണ്ട്. കെച്ചപ്പ്, സോയ സോസ്, ചില്ലി സോസ്, ഷെസ്വാൻ സോസ്, മൈദയും കോൺഫ്ലവറും കൂടെ മിക്സാക്കി കുറച്ചെടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, സ്പ്രിംഗ് ഒനിയൻ, സവാളയും ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, ജൂലിയൻ കട്ട് ചെയ്ത കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം. അപ്പോൾ ബോയിൽ ചെയ്യുന്ന വെള്ളത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. തിളച്ചിട്ടുണ്ട്, അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നൂഡിൽസ് വെന്ത് വരുന്നുണ്ട്. ഇത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചെറിയ നൂഡിൽസാണ്. അപ്പോൾ ഒരു 3 മിനിറ്റ് വേവ് മതി. 3 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഊറ്റി വെക്കുക. അപ്പോൾ നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു സ്റ്റൈനറിലൊക്കെ മാറ്റാം. ഈ വെന്ത നൂഡിൽസിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ നൂഡിൽസ് അധികം വെന്തിട്ട് ഒട്ടിപ്പിടിക്കും. ഈ വെന്ത നൂഡിൽസിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഫോർക്കും സ്പൂണും ഇട്ട് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക. ഈ നൂഡിൽസക്ക് മൈദയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ചേർക്കുകയാണ്. കോൺഫ്ലവറും മൈദയും ചേർത്തിട്ട് ഒന്നും കൂടെ വീണ്ടും മിക്സാക്കുക. നൂഡിൽസിലെല്ലാം പറ്റി പിടിക്കണ കോലത്തിൽ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ നൂഡിൽസ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ വയ്ക്കുക. ചൂടായിട്ടുണ്ട്, അതിലേക്ക് ബോയിൽ ചെയ്ത നൂഡിൽസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നൂഡിൽസ് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. തീ കൂടരുത്, അധികം തീ കൂടിയാൽ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ അധികം തീ ഇല്ലാതെ സ്ലോവിൽ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിടാം നൂഡിൽസ്. ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, അതെടുത്തിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റാം. ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നു. ഇങ്ങനെ റൗണ്ട് ഇതാക്കിയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ കൂട്ടിയിടാതെ ഇങ്ങനെ റൗണ്ടാക്കി ഇട്ട് കൊടുക്കും. നൂഡിൽസ് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് കുറച്ച് സോസ് ഉണ്ടാക്കാനൊക്കെ ഉണ്ട്, എടുക്കുക. അപ്പോൾ ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു സോസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് വയ്ക്കുക. ചില്ലി സോസ് വയ്ക്കുക. ഷെസ്വാൻ സോസ് ഉണ്ട്. ഷെസ്വാൻ സോസ് മാളുകളിലൊക്കെ വേഗം കിട്ടും. കുറച്ച് വയ്ക്കുന്നുണ്ട്. സോയ സോസ് ഒരല്പം വെച്ചാൽ മതി, അല്ലെങ്കിൽ ബ്ലാക്ക് കളറാവും. അപ്പോൾ ഇതിലേക്ക് ഇതധികം റെഡ് കളറാണ് വേണ്ടത്. അപ്പം കുറച്ച് സോയ സോസ്.
അത്ര മതി. കുറച്ച് ബ്ലാക്ക് പേപ്പർ ഉണ്ട്, വൈറ്റ് പേപ്പർ ഇടുന്നുണ്ട്, ബ്ലാക്ക് പേപ്പർ തൽക്കാലം ഇടുന്നുണ്ട്. കുറച്ച് പഞ്ചസാര വെക്കുന്നുണ്ട് ചെറുതായിട്ട്. പഞ്ചസാര വിനെഗറും നേരത്തെ പറഞ്ഞിട്ടില്ല, കുറച്ച് വിനെഗർ വെക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം വെക്കുന്നുണ്ട്. സോസ് ഒന്ന് ചൂടാക്കി ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സോസ് ആദ്യം ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുകയാണ്. സാധാരണ ആ വെജിറ്റബിൾ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ എന്നിട്ടാണ് വേറെ സോസ് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒരു ഇതാക്കി ക്രീം പോലെ അങ്ങനെ ആക്കിയെടുക്കല്. അപ്പോൾ അത് അതിലേക്ക് കണ്ട് ആ വെജിറ്റബിൾ കണ്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടി ആദ്യം സോസ് ഒന്നുണ്ടാക്കി വെക്കുകയാണ്. 2 സ്പൂണ് കോൺഫ്ലോർ സാധാ വെള്ളത്തിൽ കലക്കിയിട്ട്, പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് തുടരെ ഇളക്കി കൊടുക്കുക. അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത് ഇതിൻ്റെ വെജിറ്റബിൾ ഒന്ന് സോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കുക. കുറച്ച് ഓയിൽ ഒഴിക്കുക. സവാള, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഫ്രൈ ആയി വരുന്നുണ്ട്. ക്യാരറ്റ് ഇടുന്നുണ്ട്. ക്യാരറ്റ് ഒന്നുണ്ട് വഴറ്റിയപ്പോൾ കുറച്ച് ക്യാപ്സിക്കം ഇടുന്നുണ്ട്. ജൂലിയൻ കട്ട് ചെയ്ത ക്യാപ്സിക്കം. അതിലേക്ക് കാബേജ് ചേർക്കുന്നുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ആ സോസിൽ ഉപ്പ് ഉണ്ടാവും, അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നു. ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ വെജിറ്റബിളൊക്കെ ഒരു 5 മിനിറ്റ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ആരോമാറ്റിക് സ്പൈസ്, ആ നൂഡിൽസിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആരോമാറ്റിക് സ്പൈസസ് ചേർക്കുന്നുണ്ട്. സോസിൽ വെള്ളം കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർക്കും. അപ്പോൾ ഈ വെജിറ്റബിൾ ചേർത്ത സോസ് റെഡി ആയി വന്നിട്ടുണ്ട്. ഒരു മഞ്ചൂരിയൻ പരുവത്തിലൊക്കെ ആയാൽ അത് നിർത്താം. ഒരു വെള്ളം ഒന്നുകൊണ്ട് പറ്റിയിട്ട് ഒരു ക്രീം രൂപത്തിൽ. അപ്പോൾ അമേരിക്കൻ ചോപ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സെർവിങ് ആണ് പ്രധാനം. സെർവ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഫ്രൈ ചെയ്ത നൂഡിൽസ് ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിടുക. അങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് ആ നേരത്തെ തയ്യാറാക്കിയ ആ സോസ്
ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് നമ്മളെ അമേരിക്കൻ ചോപ്സ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലേ? അപ്പോൾ ഉള്ളസ് ഇങ്ങനെ എടുത്തിട്ട് വായ സൂപ്പറാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.